ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പുറത്ത് കയറി എന്ത് വ്യവസായം നടത്തുക എന്നുള്ളതല്ല. മന്ത്രി പി രാജീവ് നിയമസഭയിലും പുറത്തുമൊക്കെ അദ്ദേഹം പറയാറുണ്ടല്ലോ, കേരളത്തിൽ 1,00,000 സംരംഭങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പട്ടിക പിന്നീട് മാധ്യമങ്ങൾ പുറത്തു വിട്ടു. 1,00,000 എന്ന് പറയുന്നത് പെട്ടിക്കട ഉൾപ്പെടെയുള്ള ഇവിടെ എണ്ണം വെച്ചിട്ടാണ്. ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ തന്നെയാണ്. കേരളത്തിൽ നല്ല അഭിമാനകരമായ, അത് ഇത്രയും വേസ്റ്റ് മറ്റൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റുന്ന നല്ലൊരു പരിപാടിയാണ്. അത് ജനങ്ങളുടെ പുറത്തോട്ട് കയറാതെ, പൊല്യൂഷൻ ഉണ്ടാക്കാതെ, കൃത്യമായ ഇടവേളകളിൽ അവിടെ പരിശോധന നടത്തി ഇത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഈ 5 വർഷത്തെ ലൈസൻസ് എന്തിനാണ് ഒരു വ്യവസായ സ്ഥാപനത്തിന് കൊടുക്കുന്നത്? കൊടുക്കുന്നത് വെച്ചാൽ 5 വർഷം അവൻ എന്ത് തോന്നിയ ദിവസവും കാണിച്ചോട്ടെ, അവൻ ലൈസൻസ് ഉണ്ട്, അവന് ചെയ്യാം എന്നുള്ളതാണ് 5 വർഷത്തെ ലൈസൻസ്. അതേസമയം വാർഷിക ലൈസൻസ് ആണെങ്കിലോ, ഈ ലൈസൻസ് പുതുക്കാൻ നേരത്തെങ്കിലും അവരെന്ത് ചെയ്യും? ഈ നാട്ടുകാരുടെ കൺസേൺസ് പരിഗണിക്കുകയും കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും മലിനീകരണമില്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. കേരളത്തിൽ വ്യവസായം വരുന്നില്ല, കേരളത്തിൽ വ്യവസായങ്ങൾ അടപ്പിക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കേരളത്തിൽ വരേണ്ട വ്യവസായങ്ങൾ കേരളത്തിന് അനുയോജ്യമായ വ്യവസായങ്ങളെ വരാവൂ. കേരളം പോലെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഒരിക്കലും കെമിക്കൽ ഫാക്ടറികൾ വരാൻ പറ്റില്ല, അത് പ്രവർത്തിക്കാനേ കഴിയില്ല. അതായത് റെഡ് സോണിൽ പെടുന്ന ഒരൊറ്റ ഫാക്ടറിയും കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ സ്ഥലവും ഇല്ല. കാരണം കേരളം അത്രമാത്രം പോപ്പുലേറ്റഡ് ആണ്, പിന്നെ എക്കോളജിക്കലി ഫ്രജൈലും ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് പല വ്യവസായങ്ങളും കേരളത്തിൽ പറ്റില്ല. എന്നാൽ കേരളത്തിൽ പറ്റുന്ന വ്യവസായങ്ങളുണ്ട്.